ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളോടുള്ള ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ അവരുടെ സിറ്റുവേഷൻ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഏസ് ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസ്, ടു ഓഫ് സോഡ്സ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് വാൻസ്, നയൻ ഓഫ് സോഡ്സ്, ഫൈവ് ഓഫ് സോഡ്സ്, devil, the emperor, six of wands, nine of wands, page of cups, king of pentacles, world, queen of wands and five of wands. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ആ ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളോടും അല്ലെങ്കിൽ മറ്റു പലരോടും ഒക്കെ കാണിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റോ എനർജീസിൽ തന്നെ നമുക്ക് കാണാം അവർ കൺഫ്യൂസ്ഡ് ആണ്, സ്വയം ഒന്ന് ഗാർഡഡായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ അവർ പോകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും. നമ്മൾക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആകെ ഡ്രെയിൻഡ് ആവുന്ന ഒരവസ്ഥ വരും. നമ്മൾ ചിന്തിച്ച് തലപുണ്ണാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്തകൾ വരുമ്പോൾ ഈ ഒരു വ്യക്തി വിഷമിക്കുന്നുമുണ്ട്. ദാറ്റ് മീൻസ് അത് ആ ഒരു പേഴ്സൺ ചൂസ് ചെയ്ത കാര്യം ഒരു റോങ് പാത്തായിരുന്നു എന്നുള്ള തിരിച്ചറിവായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എനർജറ്റിക് ആയിട്ട് പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിഷമാവസ്ഥ വരെയൊക്കെ എത്തി നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇതൊന്നും പുറമേ കാണിക്കുന്നില്ല. പുറമേ ഈ ഒരു വ്യക്തിയുടെ ഒരു മട്ടഭാവമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ഹാപ്പി ആണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ അവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വിഷമമായിക്കോട്ടെ, കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്തത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ള തോന്നൽ എന്തോ ആയിക്കോട്ടെ, അത് ആരും അറിയരുതെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കാനാണ് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിക്കുന്നത്. ആരോടും അത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാത്തൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ അതൊന്നും ആരോട് ഷെയർ ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇവിടെ ഇവർക്ക് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ ആളുകളില്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു റോങ് ഡിസിഷനാണ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു റോങ് ചോയ്സാണ് അവരെടുത്തതെന്ന് ചിലപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, നാണക്കേട് തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് നല്ലതുപോലെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം ഒരു വിക്ടറി അല്ലെങ്കിൽ ആ ഒരു വിജയം നേടിയിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് അറിയപ്പെടാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്.
അപ്പോൾ കറൻ്റ്ലി ഈ ഒരു വ്യക്തി എന്തിൻ്റെ പേരിലാണ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തോടെയും കുറ്റബോധത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെയായിരിക്കാം. അവരുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കതവിടെ കാണാം. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ല, ഞാൻ ഓക്കെയാണ്, എനിക്കെന്ത് സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ വളരെ ദൃഢമായിട്ട് നിൽക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മൾ ചിലപ്പോൾ പറയുന്ന പോലെ എൻ്റെ കാര്യം ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അവരവരുടെ ആ ഒരു എന്താ പറയുന്നത്, ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ തന്നെ ചിന്താഗതികളിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അത് അവർ ഒട്ട് തിരിച്ചറിയുന്നുമില്ല ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഇല്ല. ഇപ്പം നമുക്ക് ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മൾ നമ്മളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അവിടെ ഒരു ഹീലിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ തീർച്ചയായിട്ടും മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും, ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല. പക്ഷേ ആ ഒരു തെറ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കപ്പെടുന്നുണ്ട്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈഗോയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തവരോട് അത് ഏറ്റു പറയാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടും. അതേസമയം നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളുടെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അത് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ അത് പറയുമ്പോൾ സ്വയം കുറച്ചിലായിട്ടൊക്കെ കരുതുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് അതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ പിന്തള്ളിയോ മറ്റൊരു കാര്യത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ പറഞ്ഞതുപോലെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, അവർ വേറൊരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഒരു ഹൈ എനർജിയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരുപാട് ആലോചിച്ചൊന്നും പോയിട്ടുള്ളൊരു സംഗതി ആയിരിക്കണം എന്നില്ല, എന്നാലും ഭയങ്കരമായിട്ടൊരു ടെംപ്റ്റിംഗ് നേച്ചർ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റ് സംഭവിച്ചതായിട്ടാണ് ആ ഒരു പേഴ്സണ് തന്നെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, തീർച്ചയായിട്ടും ഒരു ഹോളോ വിക്ടറിയാണ്. എന്തെങ്കിലുമൊക്കെ നേടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ വലിയൊരു വിക്ടറി ആണെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട കാര്യം അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, സ്ട്രഗിളൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയും അതുപോലെ തന്നെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തിക്ക് ഒരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ ഒരു നൈരാശ്യമുണ്ട്. അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇവരുടെ ഒരു പുറമേ കാണിക്കുന്ന എനർജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ നമുക്കത് കാണാം. വളരെയധികം അവരുടെ ഒരു ഈഗോ വിട്ട് മാറാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു നിലവാരം വിട്ട് താഴാൻ പോലും കഴിയില്ലാത്ത രീതിയിൽ ഞാൻ വളരെ സംതൃപ്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയാണ്. പക്ഷെ ഉള്ളുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അവർക്ക് തന്നെ ഒരു സ്വസ്ഥത സമാധാനം കിട്ടുന്നില്ല, കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലൂടെയൊക്കെ അവർ പോകുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അകമേ ഒന്നും പുറമേ മറ്റൊന്നുമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും ഇവർക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് പിടികിട്ടുന്നുണ്ടാവില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു ഫോൾസ് ഫേസിനകത്താണല്ലോ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പാഠം പഠിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അതിന് തക്കതായിട്ടുള്ള രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടോ, അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ജേണിയിലൂടെ പോയി എന്ന് പറയാൻ പറ്റില്ല. ചില സ്പ്രെഡിനകത്തൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, പക്ഷേ ഇവർക്ക് ചില റിയലൈസേഷൻസ് കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് കാണാം. അത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവനവൻ്റെ നിലവിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണ്, എനിക്ക് താണു തരാൻ കഴിയില്ല എന്നുള്ള ഒരു അഹംഭാവം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊട്ട് പറയാനും സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള സ്റ്റക്നെസ്, നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, കുറച്ചൊന്ന് ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കവിടെ കാണാം.
ഇനി അതുപോലെ ചിലർ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ഇത് സിറ്റുവേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് തന്നെയാണ് വിഷമിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെയാണ് കൺഫ്യൂസ്ഡ് ആയതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഭൂരിഭാഗം വ്യക്തികൾക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി ചിലർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളോടുള്ള ഒരു എനർജിയും കൂടി എടുക്കുമ്പോഴേ നമുക്ക് അതിനൊന്നും കൂടി വ്യക്തത വരുള്ളൂ. അപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും അവരിപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മാനസികമായിട്ടൊരു ശാന്തതയില്ല. ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നമുക്ക് നല്ലതുപോലെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടായിട്ട് മനസ്സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്ന പോലെയുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ടാവാം, സുഖസൗകര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പുറമേ നിന്ന് മറ്റൊരു വ്യക്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് കുറവെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ അവർക്കൊരു മനസ്സമാധാനം ഇല്ല. അതവർ മറ്റാരെ അറിയിക്കാതെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു എനർജി ആയിട്ടും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻറ്റ്ലി നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി അവർ വളരെ ഹാപ്പിയാണെന്ന് നിങ്ങളുടെ മുന്നിലും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണെന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റേറ്റസ് ഒക്കെ ഇടുന്ന രീതിയിൽ മാറുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ 10 ആളുടെ മുന്നിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ്. ദാറ്റ് മീൻസ് അവരവരുടെ ആ ഒരു സ്റ്റാൻഡ് വിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊസിഷൻ വിട്ട് താഴേക്ക് വരാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളൊരു എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ സിറ്റുവേഷനൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്ന നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചിലർക്ക് അവർക്ക് അതിൻ്റെ ഒരു കർമ്മ അനുഭവിച്ചു തുടങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ അവരെ സ്പൈ ചെയ്യുന്നുണ്ടെന്നായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചൊരു 100 ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഈ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവർ ഇൻറ്റേർണലി ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ്. പുറമേ എന്തെല്ലാം പ്രകടനങ്ങൾ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാലും മാനസികമായിട്ട് ഹാപ്പി അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ അധികം എനർജീസ് എടുക്കുന്നില്ല. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ നിങ്ങളോടുള്ളൊരു ഓവറോൾ എനർജി ആയിട്ട് എടുക്കാൻ പോകുന്നത്. 6 of Wands, Strength, 2 of Wands, 8 of Wands, Ace of Cups, 7 of Swords, Fool, Hermit, Queen of Swords. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിൽ തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ അഥവാ വല്ലപ്പോഴും ഒരു കോൺടാക്റ്റ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ആ ഒരു മറ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഇവർ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു എല്ലാ എനർജീസും ഹൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല അവരെ തന്നെ നമ്മൾ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻസ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയം വരട്ടെ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ തീർത്തും നോ കോൺടാക്റ്റ് ആണെന്ന് പറയാനായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് നിൽക്കാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും അവർക്കതൊന്നും നിങ്ങൾ താഴ്ന്നു തരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ആവാം, ഹസ്ബൻഡ് വൈഫായിരിക്കും. പക്ഷെ ആരാണെന്നുണ്ടെങ്കിലും അവരുടെ മുന്നിൽ ചെറുതാവാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രകൃതമായിരിക്കണം ഈ ഒരു വ്യക്തിയുടേത്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവരുടെ ഇമോഷൻസ് അവർ ശക്തമായിട്ട് നിയന്ത്രിച്ച് വെക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോകരുതെന്ന് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എംപറർ എനർജിയും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടതാണ്. അവരുടെ ഒരു നിലവിട്ട് താണ് വരാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സ്പ്രെഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എനർജിയിൽ അവർ വിഷമിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിക്കോട്ടെ,
പക്ഷേ എന്നാലും ഒരു ഓക്കെ ആയിട്ട് നടക്കാൻ ശ്രമിക്കുന്നത് മെയിൻലി നിങ്ങളുടെ മുന്നിൽ തന്നെ ആയിരിക്കാം. കാരണം അങ്ങനെയുള്ള എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ എനർജി തന്നെയാണ്. മാത്രമല്ല ഒരു ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ചിന്താഗതികളും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഈ ഒരു വ്യക്തി നിങ്ങളോട് എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കൊള്ളാം എന്നുള്ള അത്രയും ആ ഒരു തീവ്രത ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ വരുന്നുണ്ട്. പക്ഷെ അതവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും നമ്മളത് മനഃപൂർവ്വമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, നിയന്ത്രിച്ച് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ലോജിക് മൈൻഡ് സെറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസ് വരുമ്പോഴാണ് നമുക്ക് അവിടെ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ലോജിക് മൈൻഡ് സെറ്റ് വരുമ്പോൾ ആ ഒരു ഇമോഷൻസിനെ അവിടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ചിലപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഫാമിലിയൊക്കെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളിപ്പോൾ ജോബ് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അണ്ടറിലുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവരെ കുറച്ച് പേര് നോക്കി കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഈഗോയിസ്റ്റിക് നേച്ചറും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് പലതായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷൻസ് കിട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും ഇവരൊന്നും തുറന്ന് പറയാനായിട്ടൊന്നും റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അവരവരെ തന്നെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷനൊക്കെ ഇനി തരാനുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഒരു കാര്യം ചൂസ് ചെയ്ത് അതിൻ്റെ പുറകെ പോയി. അവിടെ അവർക്കൊരു പതനം സംഭവിച്ചുകൊണ്ടായിരിക്കണമല്ലോ തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് അവർക്ക് റിഗ്രറ്റ് ഉണ്ടായതും അവരാകെ കൺഫ്യൂസ്ഡ് ആയതും. അല്ലെങ്കിൽ അവർ പോയ കാര്യത്തിൻ്റെ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർത്തവർക്ക് വിഷമിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അതൊന്നും അവർ നിങ്ങളോട് പറയാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പതനം സംഭവിച്ചത് എന്താണോ അല്ലെങ്കിൽ അവർ എന്തോർത്താണോ കൂടുതൽ പെയിൻ അനുഭവിച്ചിരുന്നത് അതൊന്നും പറയാതെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി തന്നെയാണ്. പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ചൊരു ഹോണസ്റ്റി ഉള്ള ഒരു എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നതെങ്കിലും അവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ലോജിക് മൈൻഡ് സെറ്റ് കാര്യങ്ങളുമാണ് കയറി നിൽക്കുന്നത്. കാരണം അതിന് മുൻപ് വന്നിരിക്കുന്ന മിക്ക എനർജീസിൽ ഈ പേഴ്സൺ ഒരു ഹൈഡിങ് നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി നിൽക്കുന്ന ഒരു പേഴ്സണൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾ ഓർക്കാതിരിക്കുന്നില്ല, തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ആലോചിച്ച് കൂട്ടുന്ന ഒരു എനർജി കാണാം. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ തോറ്റു തരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊരു മടിയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് വിർഗോ, ലിയോ ആൻഡ് അക്വേറിയസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ 9, നമ്പർ 6, നമ്പർ 2 ആൻഡ് നമ്പർ 8. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉള്ള ഒരു ചേഞ്ച് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടില്ല. പക്ഷേ തിരിച്ചറിവ് വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് എന്നുള്ളത് തന്നെ പറയാം. നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർ കണ്ടിരുന്ന ഒരു മനോഭാവത്തിനും ചേഞ്ചസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.